ഹലോ ഗൈസ്, ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 3 ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് വരുന്ന ഒരു പുതുപുത്തൻ വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പാലത്ത് എന്ന സ്ഥലത്താണ്. പാലത്ത് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 300 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 8 ഫുട്ട് കോൺക്രീറ്റ് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ 300 മീറ്റർ ദൂരം വരുമ്പം കയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ 8 ഫുട്ട് വീടിൻ്റെ മുൻവശത്തൂടെ തന്നെ കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ വലതുവശത്തൊക്കെ കോമ്പൗണ്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. കിണറുണ്ട്. അതുപോലെ തന്നെ എല്ലാ മരവും ഫുള്ള് നല്ല പ്ലാവിൻ്റെ മരം ഉപയോഗിച്ചിട്ടാണ് ജനവാതിലും വാതിൽക്കട്ടിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള വീടാണ്. നമുക്ക് മതിലൊക്കെ കെട്ടിയത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മുന്നിലൊക്കെ ഫുള്ള് മരത്തിൻ്റെ വാതിൽപ്പുള്ളികളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. മുറ്റത്ത് നമുക്ക് ഇവിടെ ഒരു ഇന്നോവ കാറ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ നിർത്തിയിടാൻ പറ്റും. അപ്പോൾ ഗേറ്റ് ഒന്ന് ഈ സാധനം ജസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ടിയിരുന്നാലും നമുക്ക് ഇന്നോവ കാർ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയുള്ള സ്പേസ് ആണുള്ളത്. മുറ്റത്ത് ഇവിടെ നമുക്കൊരു കാറ് നിർത്തിയിട്ടുള്ള സ്പേസ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മുൻവശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. മുന്നിലിവിടെ ഒരു 2 കവുങ്ങും ഒരു പ്ലാവും ചെറിയൊരു പ്ലാവും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലത് ഭാഗത്ത് കിണർ വരുന്നത് നല്ല അടിപൊളി വെള്ളം കേട്ടോ. ചെറിയ കിണറാണ്, സൂപ്പറായിട്ടുള്ള വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്കൊരു തെങ്ങ് ഈ സൈഡ് ഭാഗത്ത് കാണുന്നുണ്ട്. നിറച്ച് തേങ്ങയുള്ള ഒരു തെങ്ങാണ്. അതുപോലെ തന്നെ അവിടെ ഒരു കവുങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ വീടിൻ്റെ ബാക്ക് വശത്തേക്ക് പോട്ടോ. ഉണ്ടല്ലേ, നല്ല അടിപൊളി ഒരു വീടാട്ടോ. നല്ല മരത്തിൻ്റെ ഇതൊക്കെ ജനവാതിലൊക്കെ ബാക്കിലാട്ടോ. ഒക്കെ നല്ല ഉഗ്രം മരത്തിൻ്റെ ജനവാതിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പം വീടിൻ്റെ ഏറ്റവും പുറകുവശത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഒരു മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു തെങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കവുങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ വീടിൻ്റെ ബാക്ക് ഭാഗം ഉള്ളത്. വീടിൻ്റെ ഏറ്റവും ബാക്ക് വശത്താട്ടോ. ഈ ഏറ്റവും ബാക്ക് വശത്ത് വരെ ഫുള്ള് പ്ലാവിൻ്റെ ജനവാതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ അടുക്കള ഭാഗത്താണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. ഇത് വർക്ക് ഏരിയ ആണ്. അപ്പോൾ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പുതിയ വീടാട്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പുകയില്ലാത്ത അടുപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിൻ ഇവിടെ ഉണ്ട്. ഒരു ഇതുപോലുള്ള ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പം നല്ല വിശാലമായിട്ടുള്ള നല്ല വലുപ്പമുള്ള കിച്ചണാണ്. നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാ സൗകര്യമുണ്ട്. ഇവിടെ മുകളിൽ ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ, മരത്തിൻ്റെ നല്ല അടിപൊളി മരത്തിൻ്റെ വാതിൽപ്പൊളി കണ്ടില്ലേ. അപ്പോൾ അടുക്കള ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ഇത്രയും നല്ല മരത്തിൻ്റെ വാതിൽപ്പൊളി ഒന്നും കൊടുക്കണ്ട എൻ്റെ അഭിപ്രായം. പക്ഷേ അവർ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഈ വീടിൻ്റെ ഇതുപോലുള്ള വാതിൽപ്പടിയൊന്നും കുറച്ചുകൂടി ഒരു കനം കുറച്ചിട്ടൊക്കെയാണ് കൊടുക്കൽ. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു കനമുള്ള മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വൃത്തി തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ കിച്ചണും വർക്ക് ഏരിയയും വരുന്നത്. ഇത് വലിയൊരു ഹാളാണ്. നമ്മൾ കയറി വരുമ്പം തന്നെ ഇതാണ് ഇതിൻ്റെ മുൻവശത്തെ മെയിൻ ഡോറ്. കണ്ടില്ലേ, ആ രസം തന്നെ കണ്ടില്ലേ. നല്ല ഉഗ്രം പ്ലാവിൻ്റെ അടിപൊളി ഡോറാണ്. ജനവാതിലൊക്കെ ഫുള്ള് നല്ല മരത്തിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നമ്മളവിടെ കയറി വരുമ്പം നല്ല സ്ക്വയറിൽ ഒരു അടിപൊളി ഒരു ഹാളാണ്. ആ ഫുള്ള് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഇൻബിൽറ്റ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഞാൻ കയറി വരുമ്പം ഇവിടെ സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിനും കണ്ണാടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ താഴത്തുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. കണ്ടില്ലേ, മരം എടുത്ത് വെച്ചാട്ടോ, അപ്പം നോക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയുള്ള എല്ലാ വാഷ് ബേസിനടക്കം എല്ലാ സെറ്റപ്പും വരുന്നൊരു ബാത്റൂമാണ്. അതുപോലെ തന്നെ
നല്ല ക്വാളിറ്റി വർക്ക് കേട്ടോ. നമുക്ക് വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി വർക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെയുള്ള അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ കാണേണ്ടി വരും. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര പൈസ ഇവിടെ പോയിട്ടുണ്ടാവും, എത്ര പൈസ അവിടെ ആയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഏകദേശം പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ കണ്ടില്ല, വലിയൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചകത്ത് കയറുന്ന വിധത്തിൽ സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മുകൾ വശത്തെ സിറ്റ് ഔട്ടാണ്. നല്ല മരത്തിൻ്റെ അടിപൊളി കേട്ടോ. നല്ലൊരു ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. സിറ്റ് ഔട്ട് കണ്ടില്ല, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. മുൻവശത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മുന്നിൽ റോഡാണ് കാണുന്നത്. ഒരു അടിപൊളി സൂപ്പർബ് വീടാണ്. ഈ കാണുന്നത് മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ്. നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട് ഉണ്ടല്ലേ. അപ്പം എല്ലാ സെറ്റപ്പും വരുന്ന നല്ല സ്വിച്ചൊക്കെ ക്വാളിറ്റി സ്വിച്ച് കേട്ടോ. ഇത് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ആണ് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ മൂന്നാമത്തെ ബെഡ്റൂമാണ്. മൂന്നാമത്തെ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട്. ഒക്കെ ഇൻബിൽറ്റ് ലൈറ്റായിട്ടൊക്കെ വരുന്നത്. അതൊക്കെ ഭയങ്കര ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഓപ്പൺ ടെറസ് ആണ്. അത് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ വീടിനുള്ളത്. 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചണ്, വർക്ക് ഏരിയ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യമുള്ള ഒരു അടിപൊളി വീടാണ്. വില ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. പക്ഷെ പ്രൈസ് നെഗോഷ്യബിളാണ്. എന്നെക്കൊണ്ട് കുറച്ചുകൂടി വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ വേണ്ടി പറ്റുന്നതാണ്. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഇനി ലോണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വഴി തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സാലറി അക്കൗണ്ടിൽ വരുന്ന ആളായിരിക്കണം. നിങ്ങൾ ഏത് പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് സാലറി അക്കൗണ്ടിലേക്ക് വരണം. അതിപ്പോൾ ഒരു 10,000 20,000 എത്ര ആയിക്കോട്ടെ, അക്കൗണ്ടിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ലോണ് പാസ്സാക്കി തരാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കുറച്ച് എമൗണ്ട് ഒരു 25 ലക്ഷം രൂപ ക്യാഷ് കൊടുത്തിട്ട് ബാക്കി ഒരു 25 ലക്ഷം രൂപ ലോണൊക്കെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. ഞാനിത് ലോൺ സെറ്റപ്പും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.